എല്ലാവർക്കും ശരത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് റിയൽമി ബഡ്സ് 2 വയേർഡ് ഇയർഫോൺസ് ആണ്. റിയൽമി ബഡ്സ് 2 എന്ന് പറയുന്നത് ഏകദേശം 599 റുപ്പീസ് വരുന്ന ഒരു വയേർഡ് ഇയർഫോൺസ് ആണ്. സെയിൽ ടൈമിൽ നിങ്ങൾക്ക് 490 റുപ്പീസ് വരെയും കുറവായിട്ട് കിട്ടുന്ന ഈ വയേർഡ് ഇയർഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് റിവ്യൂസ് ഉള്ള ഒരു വയേർഡ് ഇയർഫോണാണ്. സോ ഇത്രയധികം ഹിറ്റായിരിക്കുന്ന ഈ റിയൽമി ബഡ്സ് 2 എന്തുകൊണ്ടാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്, ഇതിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, ഇനി ഇതിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ഈ റിവ്യൂ നമ്മൾ 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ബോക്സ് ഓവർവ്യൂ ആണ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ അൺബോക്സിങ്ങും ഇൻബോക്സ് കണ്ടൻസും നോക്കും. മൂന്നാമത്തേത് ഈ പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യും. നാലാമത്തേത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും മൈക്രോഫോണും ഡിസ്കസ് ചെയ്യും. അഞ്ചാമത്തേത് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് ബോക്സ് ഓവർവ്യൂ. റിയൽമി ബഡ്സ് 2 വരുന്നത് ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു വൈറ്റ് കളേർഡ് ബോക്സിലാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഫോട്ടോയും അതേപോലെ റിയൽമി ബഡ്സ് 2 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റിയൽമി ലോഗോയും കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ അവർ ഹൈലൈറ്റ് ആയിട്ടും 4 കാര്യങ്ങളാണ് ഈ ഇയർഫോണിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവർ 11.2 മില്ലിമീറ്ററിൻ്റെ ഒരു ബാസ് ബൂസ്റ്റർ ഡ്രൈവറാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇയർഫോൺസിൽ മാഗ്നറ്റിക് ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ മറ്റുള്ള ഈ പ്രൈസ് റേഞ്ചിൽ ഇയർഫോൺസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നിലും തന്നെ ഈ ഒരു ഫീച്ചർ ഇല്ല എന്നുള്ളതാണ്. സോ അതും നമുക്ക് റിയൽമി ബഡ്സ് 2 കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വൈ ഷേപ്ഡ് സ്പ്ലിറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ടാങ്കിൾ ഫ്രീ കേബിൾസ് ആണ് എന്നും, അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഡിവൈസ് ഒരു കേബിൾ ഓർഗനൈസർ ഉണ്ട് എന്നുള്ള ഈ 4 കാര്യങ്ങളാണ് ബാക്കിൽ എഴുതിയിരിക്കുന്നത്. ഇനി താഴേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സും മാനുഫാക്ചറിങ് അഡ്രസ്സും എല്ലാം എഴുതിയിട്ടുണ്ട്. സോ ഈ പ്രൊഡക്റ്റിൻ്റെ MRP വരുന്നത് 799 ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 599 അല്ലെങ്കിൽ 499 ആണ് ഇത് സെയിലിന് പോവാറ്. അതുമാത്രമല്ല ഇതിൽ യൂസ് ചെയ്യുന്ന ഡ്രൈവർ 32 ഓമിൻ്റെ ഇംപിഡൻസ് ഉള്ള ഡ്രൈവറും കൂടെയാണ്. സോ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൽ എഴുതിയിരിക്കുന്നത്. അൺബോക്സിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇയർഫോൺസും ഇൻലൈൻ മൈക്രോഫോണും വളരെ നല്ല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു എക്സ്ട്രാ കമ്പാർട്ട്മെൻറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇയർ ടിപ്സും അതേപോലെ തന്നെ വളരെ എലാബറേറ്റഡ് ആയിട്ടുള്ളൊരു യൂസർ മാനുവലും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇയർ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ കൂടെ വരുന്നത് മീഡിയം സൈസുള്ള ഒരു റബ്ബർ ഇയർ ടിപ്സ് ആണ്. നമ്മൾക്ക് സ്മോൾ സൈസും അതേപോലെ ലാർജ് സൈസും എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ ഇയർഫോൺ വിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും തന്നെ ബോക്സിൽ കാണുന്നില്ല. അതുപോലെ ഇതേ ആ പാക്കിൽ എഴുതിയിരുന്ന ആ ഒരു കേബിൾ ഓർഗനൈസറും നല്ല ബ്രൈറ്റ് യെല്ലോ കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എക്സലൻ്റ് ആണ്. ഞാൻ 5 ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കും. കാരണം എനിക്കിഷ്ടപ്പെട്ട കുറച്ച് നല്ല കാര്യങ്ങൾ ഈ ഒരു ഡിസൈനിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കേബിളാണ്. കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോഫോണിൽ നിന്നും ഈ ഒരു 3.5 mm പിന്ന്, കണക്ടർ പിന്ന് വരെയുമുള്ള കേബിള്, അതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിളും. അത് ഒരു ബ്രെയ്ഡഡ് ക്ലോത്ത് വയറാണ്. ബ്രെയ്ഡഡ് ക്ലോത്ത് വയറിൻ്റെ 2 ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇത് പെട്ടെന്ന് ടാങ്കിളായി പോകില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത് ബ്രെയ്ഡഡ് ആയതുകൊണ്ട് തന്നെ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇയർ ടിപ്സാണ്. ഇയർ ടിപ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പ്രീമിയം ഫിനിഷുള്ള മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും ഒരുമിച്ച് അടങ്ങിയിട്ടുള്ള ഒരു ഫിനിഷാണ് വരുന്നത്. അതുപോലെ തന്നെ അറ്റം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു ആംഗിൾഡ് ഇയർ ടിപ്സ് ആണ്. ആംഗിൾഡ് ഇയർ ടിപ്സിൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഗുണമെന്ന് പറയുന്നത് ചെവിയിൽ നിന്ന് സ്ലിപ്പായി പോകില്ല, വളരെ സെക്യൂറും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ചെറിയൊരു യെല്ലോ കളർ ലൈനിങ് ഈ ഒരു ഇയർ ടിപ്സിൻ്റെ അടിയിൽ കാണാൻ സാധിക്കും. അതിൽ 6 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് റൈറ്റ് ഇയർ ടിപ്സ് ആണ്. അതേപോലെ ലെഫ്റ്റിലും L എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഇയർ ടിപ്സിൻ്റെ പ്രധാന ഒരു ഗുണമെന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ഓർഗനൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടാങ്കിളും ആവില്ല. മുകൾ ഭാഗത്തിൽ ഈ ഇയർ ടിപ്സിനെ കണക്ട് ചെയ്യുന്ന 2 വയർ എന്ന് പറയുന്നത് നമുക്ക് റബ്ബർ വയേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ചെന്ന് എത്തിച്ചേരുന്ന ഒരു വൈ ഷേപ്പിലുള്ളൊരു കണക്ടറിലാണ്. അതിലൂടെ നമുക്ക് നേരെ മൈക്രോഫോൺ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോഫോൺ മൊഡ്യൂളും നല്ലൊരു പ്രീമിയം പ്ലാസ്റ്റിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് 2 ബട്ടൺസ് കാണുന്നുണ്ട്. വോളിയം അപ്പും വോളിയം ഡൗണുമാണ്. മിഡിലുള്ളതൊരു മൾട്ടി ഫംഗ്ഷൻ ബട്ടണാണ്. പ്ലേ പോസ് ചെയ്യാൻ പറ്റും, നെക്സ്റ്റും പ്രീവിയസും സോങ് പോകാൻ പറ്റും. അതേപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കോൾ പിക്കപ്പും റിജക്റ്റും മാത്രമല്ലാതെ വോയിസ് അസിസ്റ്റൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കും. ഈ മൊഡ്യൂളിൻ്റെ ബാക്ക് സൈഡിലാണ് നമുക്ക് മൈക്രോഫോൺ വരുന്നത്. ഇനി വീണ്ടും താഴേക്ക് പോകുവാണെങ്കിൽ നമുക്ക് 3.5 mm കണക്ടർ കാണാം. അപ്പോൾ ഇതൊരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ടറാണ്. ഗോൾഡ് പ്ലേറ്റഡ് ആകുമ്പോൾ തന്നെ എപ്പോഴും കുറച്ചുകൂടി ബെറ്റർ കണ്ടക്ടിവിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതൊരു നോർമലായിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കണക്ടറാണ്. ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു പ്ലാസ്റ്റിക് ആണ് അതിന് കവറിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം.
സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇനിഷ്യലി ഞാൻ ജസ്റ്റ് അത് വെച്ചൊന്ന് പാട്ട് കേട്ട ആ ഒരു സമയത്തിൽ തന്നെ എനിക്ക് തോന്നിയത് വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടുള്ള ഇയർഫോൺസാണ്. ബേസിൻ്റെ കാര്യത്തിൽ എനിക്ക് 4 ഔട്ട് ഓഫ് 5 കൊടുക്കാം. അതേപോലെ ട്രിബിളിൻ്റെ കാര്യത്തിലും 4 ഔട്ട് ഓഫ് 5ഉം മിഡ് ടോൺസിൻ്റെ കാര്യത്തിലും എനിക്ക് 4 ഔട്ട് ഓഫ് 5 തന്നെ കൊടുക്കാൻ സാധിക്കും. അതായത് ഈ ഇയർഫോൺസ് വെച്ച് നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ് എന്നുള്ളൊരു തോട്ടേ വരില്ല. എല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടാണ് നമുക്ക് ഈ ഇയർഫോൺസ് വെക്കുമ്പോൾ തോന്നുന്നത്. സോ സൗണ്ട് ക്വാളിറ്റിയിൽ എനിക്ക് എക്സലൻ്റ് ആയിട്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ മൈക്രോഫോണിൽ ഞാൻ ജസ്റ്റ് ഒരൊറ്റ ഓഡിയോ ക്ലിപ്പാണ് റെക്കോർഡ് ചെയ്ത് നോക്കിയത്. സോ ഞാൻ ആ ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് റിയൽമി ബഡ്സ് 2യിലുള്ള മൈക്രോഫോണിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് നോർമൽ ഒരു റെക്കോർഡറിൽ ഉള്ള റിയൽമി ബഡ്സ് 2യുടെ മൈക്രോഫോണിൻ്റെ ക്ലാരിറ്റി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു മൈക്രോഫോൺ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൾസ് അക്സെപ്റ്റ് ചെയ്യാനും അതേപോലെ മീറ്റിംഗ്സിനും വേണ്ടിയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതാണ് യൂസ്, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഓൾ റൗണ്ടർ ഇയർഫോണാണ് നിങ്ങൾ നോക്കി നടക്കുന്നത്, ബഡ്ജറ്റിലാണെങ്കിൽ ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോകാവുന്നൊരു ഡിവൈസ്. ഇനി അടുത്തത്, ഈ ഡിവൈസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളർ സ്കീമും ഡിസൈനുമാണ്. യെല്ലോ ആൻഡ് ബ്ലാക്ക് ഒരു വാസ്പ് കളറിലുള്ളൊരു കളർ സ്കീമാണ്. വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ ബിൽഡ് ക്വാളിറ്റിയും ടോപ്പ് ക്ലാസ് ആണ്, സൗണ്ട് ക്വാളിറ്റിയും ടോപ്പ് ക്ലാസ് ആണ്, മൈക്രോഫോൺ ക്വാളിറ്റിയും ടോപ്പ് ക്ലാസ് ആണ്. സോ ഇതെല്ലാമാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതേപോലെ എക്സ്ട്രാ ആയിട്ടുള്ള മാഗ്നറ്റിക് ഇയർ ടിപ്സും നല്ലതാണ്, കേബിൾ ഓർഗനൈസറും വളരെ നല്ലതാണ്, വളരെ യൂസ്ഫുള്ളാണ്. ഇനി ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, നമ്മുടെ ഇയർ ടിപ്സും മൈക്രോഫോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇടയിലുള്ള വയർ മാത്രം റബ്ബറാണ് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ബ്രേഡഡ് വയർ ആക്കാമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഡ്യൂറബിലിറ്റി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഡ്യൂറബിലിറ്റി ഇല്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി ഒരു ബെറ്റർ ഡ്യൂറബിലിറ്റി കിട്ടിയേനെ. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഇൻലൈൻ മൈക്രോഫോൺസ് ഉള്ള ആ ഒരു സ്ഥലത്ത് നമുക്ക് പ്ലേയും പോസും ബട്ടൺ ശരിക്കും അത് തന്നെയാണ് നെക്സ്റ്റ് സോങ്ങും പ്രീവിയസ് സോങ്ങിലും ഒക്കെ യൂസ് ചെയ്യുന്നത്. വോളിയം കൺട്രോൾ ബട്ടൺസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബ്ലൂടൂത്ത് ഡിവൈസുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ആ 2 ബട്ടൺസുമാണ് നമുക്ക് നെക്സ്റ്റ് സോങ്ങും പ്രീവിയസ് സോങ്ങിനും യൂസ് ചെയ്യുന്നത്. വോളിയം നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും. സോ അത് വേണമെങ്കിൽ അവർക്ക് റിവേഴ്സ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു എന്നാണ്. അത് എൻ്റെ ഒരു കൺവീനിയൻസ് ആണ്. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണം എന്നില്ല. മൂന്നാമത്തേത്, ഇതിൻ്റെ എൻഡിലുള്ള ഒരു 3.5 mm കണക്ടർ, അതൊരു സ്ട്രെയിറ്റ് കണക്ടറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു എൽ ഷേപ്ഡ് കണക്ടർ ആയിരുന്നുവെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ചെന്ന് മുട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ സ്ട്രെയിറ്റ് കണക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം നമ്മൾ എൽ ഷേപ്പ് കണക്ടർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതിൽ എൽ ഷേപ്പ് കണക്ടർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടെന്നെ. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് റിയൽമി ബഡ്സ് 2 ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതല്ല നിങ്ങൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നത് റെഡ്മി ഇയർഫോൺസ് ഉണ്ട്, റെഡ്മി ഹൈറസ് ഇയർഫോൺസ്, അതേപോലെ ബോട്ട് ബാസെറ്റ്സ് 225, അതേപോലെ ബോട്ട് 100 ഉണ്ട്. ഇതിൻ്റെ എല്ലാം റിവ്യൂസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക്സും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഷുവറായിട്ട് നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.